ഡാ, നീ ഇത് എപ്പോൾ തുടങ്ങി ഇത് വായിക്കാൻ? നിനക്ക് ഇതന്നെ വായിക്കാൻ പറ്റുള്ളൂ? നോക്കിയേ, ലൈബ്രറിയിൽ നല്ല അടിപൊളി ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് ഇതൊക്കെ വായിച്ചോടെ? എടാ, ഇത് നല്ല പുസ്തകങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് ദൈവവചനമാണ്. ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ: ബൈബിൾ. ബൈബിൾ ഒരേ സമയം ചരിത്രവും സാഹിത്യവും ആത്മീയതയും ഉൾക്കൊള്ളുന്നു. ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം, ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകം, ഏറ്റവും കൂടുതൽ കോപ്പികൾ അച്ചടിച്ചിട്ടുള്ള പുസ്തകം, വിവിധ ഭാഷകളിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം എന്നിങ്ങനെ നീളുന്നു വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ചരിത്ര സത്യങ്ങൾ. മനുഷ്യോൽപ്പത്തി മുതൽ യുഗാന്ത്യം വരെയുള്ള ചരിത്രമാണ് വിശുദ്ധ ബൈബിളിൻ്റെ ഉള്ളടക്കം. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടിയും പാപം മൂലമുണ്ടായ മനുഷ്യൻ്റെ പതനം, മനുഷ്യനായ ഈശോ മിശിഹാ വഴി മനുഷ്യവർഗത്തിന് കൈവന്ന രക്ഷ, ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സംഭവങ്ങളുടെ ചരിത്ര വിവരണമാണ് ബൈബിൾ. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം 3 തലക്കെട്ടുകളിലായി സംഗ്രഹിക്കാം: സൃഷ്ടി, പതനം, വീണ്ടെടുപ്പ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വെളിപാട് പുസ്തകത്തിൽ അവസാനിക്കുന്ന 73 പുസ്തകങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിളെന്ന് ഘടനാപരമായി പറയാമെങ്കിലും ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയ വെളിപാടുകളുടെ ചരിത്രം കൂടിയാണ് ബൈബിൾ. മനുഷ്യ ചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലിൻ്റെ ചരിത്രമാണത്. ദൈവം ആദിയിൽ മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. ദൈവത്തിനെതിരെ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തോടും സഹമനുഷ്യനോടുമുള്ള ബന്ധം തകർത്തു. ഈ ബന്ധം പുനഃസ്ഥാപിച്ച് മനുഷ്യകുലത്തെ രക്ഷിക്കാനായി ദൈവം അബ്രാഹത്തെ വിളിക്കുകയും അവനിൽ നിന്ന് ഒരു ജനത്തിന് രൂപം നൽകുകയും ആ ജനത്തിലേക്ക് ആത്മീയ ധാർമ്മിക സന്ദേശങ്ങളുമായി പ്രവാചകന്മാരെ അയച്ച് അവരുടെ വളർച്ച ഉറപ്പുവരുത്തുകയും ചെയ്തു. മനുഷ്യരക്ഷയ്ക്കായി സ്ഥാപിക്കാനിരിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ചും ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും പ്രവാചകന്മാരിലൂടെ ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നു. ഈ ചരിത്രമാണ് പഴയ നിയമം. തുടർന്ന് മനുഷ്യചരിത്രത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ചു. യഥാർത്ഥത്തിൽ ദൈവം ആരാണ്, അവിടുത്തെ സ്വഭാവം എന്താണ് എന്ന് മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹാ കാണിച്ചു തന്നു. അനാദി മുതലേ ദൈവത്തോടൊപ്പമായിരുന്ന ദൈവപുത്രന് മാത്രമേ ദൈവം ആരാണെന്നും എന്താണെന്നും മനുഷ്യനു വേണ്ടി വെളിപ്പെടുത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു മനുഷ്യനും മിശിഹായുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ദൈവിക വെളിപാട് നൽകാൻ സാധ്യമല്ല. എല്ലാ മനുഷ്യരും സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണെന്നും എല്ലാവരും ദൈവപുത്രനിലൂടെ രക്ഷിക്കപ്പെടേണ്ടവരാണെന്നും ഈശോ പഠിപ്പിച്ചു. താൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പ്രമാണമനുസരിച്ച് എല്ലാവരെയും വിധിക്കാൻ യുഗാന്ത്യത്തിൽ താൻ വീണ്ടും വരുമെന്നും ദൈവപുത്രനായ ഈശോ ശിഷ്യരെ പ്രബോധിപ്പിച്ചു. ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്ത പ്രവചനമാണ് ബൈബിൾ ഉൾക്കൊള്ളുന്നത്. ഈശോ തൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറി. തുടർന്ന് അവിടുന്ന് തൻ്റെ റൂഹായെ അയച്ചുകൊണ്ട് തൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനായി തിരുസഭ സ്ഥാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകരായ തിരുസഭ വളർന്ന് ലോകമെങ്ങും വ്യാപിച്ചു. ഇക്കാര്യങ്ങളാണ് പുതിയ നിയമം വിവരിക്കുന്നത്. സഹസ്രാബ്ദങ്ങൾ നീണ്ടുനിന്ന ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ചരിത്രവും ആ ചരിത്രത്തിലെ വിവിധ കാലങ്ങളിൽ ദൈവത്താൽ പ്രചോദിതരായി ദൈവത്തിനു വേണ്ടി സംസാരിച്ച പ്രവാചകന്മാരുടെയും നേതാക്കന്മാരുടെയും വചനങ്ങളും അവരുടെ ജീവിത മാതൃകകളും നിലപാടുകളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ബൈബിളിലുള്ളത്. പരിശുദ്ധാരൂപിയാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ മനുഷ്യകരങ്ങളാൽ രേഖപ്പെടുത്തിയ വാക്കുകളാണ് ബൈബിളിലെ വചനങ്ങൾ. വിവിധ കാലഘട്ടത്തിൽ, വിവിധ സംസ്കാരത്തിൽ, വിവിധ ലക്ഷ്യങ്ങൾക്കായി, വിവിധ പശ്ചാത്തലത്തിൽ, വിവിധ വ്യക്തികളിലൂടെ എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളിന് ഒരു നൂലിൽ കോർത്ത മണിമുത്തുകൾക്ക് തുല്യമാണ് അതിൻ്റെ ലക്ഷ്യവും ആശയവും. ഒന്ന് മറ്റൊന്നിനോട് പൂരകവും പിന്തുടർച്ചയുമായി മാറുന്നു. ഉൽപ്പത്തിയിൽ സൂചനയുള്ളതിന് വെളിപാടിൽ പൂർണ്ണത, സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്നതിന് സുവിശേഷത്തിൽ അർത്ഥസമ്പൂർണത. ഇങ്ങനെ പോകുന്നു വിശുദ്ധ ബൈബിളിലെ അതിശയകരമായ രൂപരേഖ. അപ്പോൾ ബൈബിളൊരു സംഭവമാണല്ലേ? നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. നമ്മളല്ല, നീ. 2 തിമോത്തി 3:16 വചനം ഇപ്രകാരം പറയുന്നു: വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. വചന ഞായറായ ഈ ഞായറാഴ്ച വചനത്തെ കൂടുതൽ അറിയാൻ നമുക്ക് പരിശ്രമിക്കാം. വചനം വായിക്കുന്നത് വഴിയാണ് അത് വളരുക. വചനം വായിക്കുന്നതിലൂടെ നമുക്ക് ഈശോയിലേക്ക് വളരാം.